എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത് വാക്യം, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാൻ ആയിരിക്കുന്നതുപോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു എന്നുള്ള വചനമാണ്. ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മെ ചതിക്കുന്നവർ, നമ്മെ തെറ്റിക്കുന്നവർ നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സമീപങ്ങളിലുണ്ടെന്നും അവർ നമ്മെ ചതിക്കാതെയും അവർ നമ്മെ തെറ്റിക്കാതെയും നാം നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഓർപ്പിക്കുകയാണ്. ആദിമ മനുഷ്യരായ ആദമിനെയും ഹവ്വയെയും യഹോവയായ ദൈവം സൃഷ്ടിച്ച് ഏദനിലാക്കുമ്പോൾ അവരോടും ഓർമ്മപ്പെടുത്തിയത് ഈ വാക്കുകളായിരുന്നു. എങ്കിലും പാമ്പിനാൽ അവർ ചതിക്കപ്പെട്ടു, അവർ തെറ്റപ്പെടുവാനിടയായി. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എന്ന ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. ന്യായപ്രമാണത്തിന് കീഴിൽ കിടന്നിരുന്ന നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഞാൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കുകയും എൻ്റെ രക്തം വിലയായി നൽകി ന്യായപ്രമാണത്തിന് കീഴിൽ കിടന്നിരുന്ന ഓരോ മനുഷ്യരെയും രക്ഷിച്ചെടുത്ത് സ്വാതന്ത്ര്യത്തോടെ പുത്രത്വവും അവകാശവും നൽകിക്കൊടുത്ത് ആ നിലകളിലാക്കി വെച്ചു. എങ്കിലും ഇപ്പോൾ പൗലോസ് ചോദിക്കുന്ന വാക്ക് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അവിടെ കൃത്യമായി പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് രക്ഷിച്ച് സ്വതന്ത്രരായി ജീവിക്കുവാനുള്ള എല്ലാ സാവകാശങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് നൽകി തന്നിരിക്കെ നിങ്ങളെ പിന്നെയും ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉത്സാഹിച്ചവരും നിങ്ങൾ ആ തലത്തിൽ ചതിക്കപ്പെടുവാനും കാരണമെന്താണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ്. 5-ാം അധ്യായത്തിലേക്ക് ഗലാത്യ ലേഖനത്തിൽ വരുമ്പോഴും ഓർമ്മപ്പെടുത്തി പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. സ്വതന്ത്രരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തതെന്നും ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്ന് വെച്ചതെന്നും നിങ്ങൾ തിരിച്ചറിയുകയും അതിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാതെയും വഞ്ചിക്കപ്പെടാതെയും തെറ്റിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാതെയും ഇരുന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുന്ന അടുത്ത പദം, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് പൗലോസ് പറയുമ്പോൾ, അടിമനുഖത്തിലേക്ക് പിന്നെയും നിങ്ങളെ കുടുക്കുവാൻ പരിശ്രമിക്കുന്നവർ നിങ്ങളുടെ പരിസരങ്ങളിൽ, നിങ്ങളോട് സമീപങ്ങളിൽ ഉണ്ടെന്നും അത് തിരിച്ചറിഞ്ഞ് ആ ചതിയിൽ നിന്ന്, ആ വഞ്ചനകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം കഴിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ ദിനരാത്രങ്ങളും അത്യുന്നതനായ നിത്യനായ ദൈവത്തിങ്കൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം പ്രാപിക്കാത്ത തലത്തിൽ നമ്മെ അകറ്റിക്കളയേണ്ടതിന്, നമ്മെ ചതിക്കുന്ന, നമ്മെ വഞ്ചിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ മേഖലകളിൽ നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചതികൾക്കകത്തൊന്നും അകപ്പെട്ടു പോകാതെ പ്രാർത്ഥനയിലും ദൈവകൃപയിലും ജീവിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ചതിക്കപ്പെടുന്നവരായി തീരാതെ ഞങ്ങൾ കൃപയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ,
അത്യുന്നതനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും നന്മകളും ആ നിത്യതയും ഞങ്ങൾക്ക് അനുഭവിപ്പാനും കരസ്ഥമാക്കുവാനും തക്ക തലത്തിൽ ഞങ്ങൾ ചതിക്കപ്പെടാതെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഈ ദൈവവചനം ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.